class 4. എടാ നിങ്ങൾക്ക് എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡയറി എൻട്രി എന്നുള്ളത്. അപ്പോൾ ദ ലോസ്റ്റ് ചൈൽഡ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നുള്ള നമ്മുടെ ബോയുടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡയറി എൻട്രി ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലോട് കൂടി നോക്കുന്നത്. സോ ഈ ഒരു വീഡിയോ ഇപ്പൊ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക. എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. The child recollected the memories happened in the festival ground. He was very happy now with his parents. After the dinner, he took his diary and started to write about that unforgettable day. അപ്പം ഇപ്പൊ നമ്മുടെ ബോയ് എന്ത് ചെയ്തിട്ടുണ്ട്? ആ ഒരു സമ്മർ ഫെയർ ഗ്രൗണ്ടിൽ നിന്ന് കാണാതായ സ്ഥലത്ത് നിന്ന് വീട്ടിലൊക്കെ സേഫ് ആയിട്ട് തിരിച്ചെത്തി. അപ്പൊ അതിനുശേഷം ആ ഒരു കാര്യങ്ങളൊക്കെ അവൻ ആലോചിക്കുകയാണ്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഉറങ്ങാൻ നേരത്ത് ആ ഒരു അൺഫോർഗറ്റബിൾ എന്ന് പറഞ്ഞാൽ എന്താടാ? മറക്കാനാവാത്ത ആ ഒരു ദിവസത്തിനെ പറ്റിയിട്ട് അവൻ എന്ത് ചെയ്യാണ്? ഡയറിയിൽ എഴുതാണ്. സോ അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും ആ ഒരു ഡയറി എൻട്രി എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഡയറി എഴുതുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഒരു ഫോമാറ്റ് ഉണ്ട്. ആ ഒരു ഫോമാറ്റ് എന്ത് ചെയ്യണം? എൻ്റെ മക്കൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ടതുണ്ട് കേട്ടോ. ആദ്യം ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മൾ ഡേറ്റും ഡേയും കൊടുക്കണം. 19 തേഴ്സ്ഡേ, ഡിസംബർ അങ്ങനെയൊക്കെ കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഡേറ്റും ഡേ എന്ന് പറയാ. ഒരിക്കലും എന്ത് ചെയ്യരുത്? 19, 2, 4, 24 ഇങ്ങനെയൊന്നും എഴുതി വെക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ഡേറ്റും ഡേയും മന്തും നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതണം. സോ ഒരു ഡേറ്റും ഡേയും മന്തും ഒക്കെ പഠിച്ചു പോവാ. ഓക്കെ, പഠിക്കാനല്ലേ നിങ്ങൾക്ക് അറിയുന്നതാണ്. ഇനി അടുത്ത നോക്കിക്കേ, എങ്ങനെയാണ് ഡയറിന്റെ ഇൻട്രൊഡക്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക? ജനറൽ കമന്റ് ഓൺ ഹൗ ദ ഡേ വാസ്, അല്ലെ? എങ്ങനെയായിരുന്നു ആ ഒരു ദിവസം ഉണ്ടായിരുന്നത് എന്നുള്ള കമന്റിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഡയറി എൻട്രി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ ടുഡേ വാസ് എ ഗ്രേറ്റ് ഡേ, സാഡ് ഡേ, ഹാപ്പി ഡേ, ഇവന്റ്ഫുൾ ഡേ. എങ്ങനത്തെ ഒരു ദിവസമായിരുന്നു? മോശം സങ്കടമുള്ള ദിവസമാണെങ്കിൽ വേഴ്സ് ഡേ അല്ലെങ്കിൽ അൺഫോർഗറ്റബിൾ ഡേ അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് ബോഡി പാരഗ്രാഫിൽ മെയിൻ ഇവന്റ്സ് ഹാപ്പൻ ദാറ്റ് ഡേ, ആ ഒരു ദിവസം നടന്നിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഇവന്റ്സ് എന്ത് ചെയ്യണം? എൻ്റെ മക്കൾ ഇൻക്ലൂഡ് ചെയ്യണം. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസും ആ ഒരു ദിവസത്തെ തോട്ട്സും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. സോ ഇവിടെ നമ്മുടെ ക്യാരക്ടർ എന്തൊക്കെ ഇമോഷനിലൂടെ ആയിരിക്കും കടന്നു പോയിട്ടുണ്ടാവുക, ആ ഒരു ദിവസം എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ടെക്സ്റ്റിൽ പഠിച്ചിട്ടുണ്ടാവല്ലോ. സോ ആ ഒരു കാര്യങ്ങൾ ഇനി കൺക്ലൂഡ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? കൺക്ലൂഡ് വിത്ത് എ കമന്റ് അബൌട്ട് ദ ഡേ ആൻഡ് ഹോപ്പ് ഫോർ ടുമോറോ. ആ ഒരു ദിവസം എങ്ങനെയായിരുന്നു ആൻഡ് നാളെ എങ്ങനെയായിരിക്കും, നാളെ നല്ലൊരു ദിവസം ആവട്ടെ എന്നൊക്കെ പ്രതീക്ഷയോട് കൂടിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഡയറി എൻട്രി കൺക്ലൂഡ് ചെയ്യാം. എങ്ങനെ പറയാം? ഐ എം ഗോയിങ് ടു ബെഡ് അല്ലെങ്കിൽ ഐ എം ഗോയിങ് ടു സ്ലീപ്, ഐ റിയലി ഹോപ്പ് ടുമോറോ വിൽ ബി എ ബെറ്റർ ഡേ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഡയറി എൻട്രി നമുക്ക് കൺക്ലൂഡ് ചെയ്യാം കേട്ടോ. പിന്നെ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഡയറി എൻട്രി എഴുതുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് പേഴ്സൺ ലാംഗ്വേജ് വേണം എഴുതാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താ? ഐ, മീ, മൈ, വി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫസ്റ്റ് പേഴ്സൺ ലാംഗ്വേജ് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? എഴുതാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് പേഴ്സൺ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ക്യാരക്ടർ ആയിട്ട് വേണം ഡയറി എൻട്രി എഴുതാൻ വേണ്ടിയിട്ട്. ക്ലിയർ അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബോയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ ഒരു ഡയറി എൻട്രിയിലേക്ക് നമുക്ക് പോയാലോ? 8 ഫ്രൈഡേ നവംബർ. ടുഡേ വാസ് സച്ച് ആൻ അൺഫോർഗറ്റബിൾ ഡേ. ഇന്ന് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായിരുന്നു. ഐ വെന്റ് ടു ദ ഫെസ്റ്റിവൽ ഗ്രൗണ്ട് വിത്ത് മൈ പാരൻസ്. ഞാൻ എൻ്റെ പാരൻസിന്റെ കൂടെ ഫെസ്റ്റിവൽ ഗ്രൗണ്ടിലേക്ക് പോയി. There were so many exciting things to see. അവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ടായിരുന്നു. I loved the toys, the colorful balloons and all the delicious sweets like laddus and jalebis. I loved the toys. എനിക്ക് ടോയ്സ് ഇഷ്ടമായി. ഒരുപാട് കളർഫുൾ ബലൂൺസ് ഉണ്ടായിരുന്നു, അതെനിക്ക് ഇഷ്ടമായി. ആൻഡ് all the delicious sweets like laddus and jalebis. അവിടെ ഒരുപാട് ലഡൂസും ജിലേബീസും ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. I saw a merry-go-round with children laughing and having so much fun. അല്ലേ, ഞാൻ അവിടെ ഒരു മെരിഗോ റൗണ്ട് കണ്ടു, ഞാൻ ഒരു ജയന്റ് വീൽ കണ്ടു. ഇതൊക്കെ ഞാൻ കണ്ട് വളരെ ആസ്വദിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. And I wanted so many things. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ വേണമെന്നുണ്ടായിരുന്നു. ലൈക്ക് ദ സ്വീറ്റ്സ്, ബലൂൺസ്, ജാസ്മിൻ ഗാർലൻഡ്സ്. എനിക്ക് ബലൂൺസും സ്വീറ്റ്സും ജാസ്മിൻ ഗാർലൻഡ്സ് ഒക്കെ വേണമായിരുന്നു. ബട്ട് ദെൻ ഐ ലോസ് മൈ പാരൻസ് ഇൻ ദ ബിഗ് ക്രൗഡ്. പക്ഷെ അപ്പോഴാണ് ആ ആൾക്കൂട്ടത്തിൽ എനിക്ക് എൻ്റെ പാരൻസിനെ നഷ്ടമാവുന്നത്, അവരെ കാണാതെ ആവുന്നത്. ഐ വാസ് സോ സ്കെയർഡ് ആൻഡ് കോൾഡ് ഔട്ട് ഫോർ ദം. എനിക്ക് ഭയങ്കര പേടിയായി. ഞാൻ അവരെ എന്ത് ചെയ്തു? അവരെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു പേടിച്ചിട്ട്. And a kind man in the crowd lifted me up and helped me. ആ ഒരു കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ദയുള്ള ഒരു ചേട്ടൻ വന്നിട്ട് എന്നെ എടുത്തു, എന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തു. And I was crying and just wanted my mother and father. ആ സമയത്ത് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയെയും എങ്ങനെയെങ്കിലും കണ്ടാൽ മതിയെന്നേ ഉള്ളായിരുന്നു. And finally
മൈ പാരൻസ് ഫൗണ്ട് മീ. അങ്ങനെ അവസാനം എൻ്റെ പാരൻസ് എന്ത് ചെയ്തു, എന്നെ കണ്ടെത്തി. ഐ ഫെൽ സോ ഹാപ്പി ആൻഡ് സേഫ് വിത്ത് ദം അഗെയിൻ അല്ലേ. അവരെ വീണ്ടും കണ്ടെത്താൻ പറ്റി, അവരെ കൂടെ ഇപ്പം നിൽക്കാൻ പറ്റുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷം, എനിക്ക് സേഫ് ആയിട്ടും ഫീൽ ചെയ്യുന്നു. നൗ ഐ ആം ഹോം ആൻഡ് ഫീൽ സോ താങ്ക്ഫുൾ ടു ബി വിത്ത് ദം. ഇപ്പം ഞാൻ അവരുടെ കൂടെ വീട്ടിലാണ്, എനിക്ക് അവരുടെ കൂടെ നിൽക്കാൻ പറ്റിയതിൽ ഭയങ്കര നന്ദിയുണ്ട്, ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്, താങ്ക്ഫുൾ ആണ്. ആൻഡ് ഐ വിൽ നെവർ ഫോർഗെറ്റ് ദിസ് ഡേ അറ്റ് ദ ഫെസ്റ്റിവൽ. ഞാൻ ഈ ഒരു ദിവസം ഒരിക്കലും മറക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഒരു ഡയറി എൻട്രി എൻഡ് ചെയ്യാൻ പറ്റും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കാം. അപ്പോൾ ഡയറി എഴുതേണ്ടത് എങ്ങനെയാണെന്ന് എൻ്റെ മക്കൾക്ക് മനസ്സിലായില്ലേ? സോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് ഷെയർ ചെയ്യുക. ഈ നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ താഴെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്, അതിൻ്റെ ലിങ്കിൽ കയറിയിട്ട് വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നോട്ട്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. പിന്നെ എഡ്യൂപോർട്ടിൻ്റെ ക്ലാസ് 4 ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഷുവർ ക്വസ്റ്റ്യനും റിവിഷനും ഒക്കെ ആയിട്ട് എഡ്യൂപോർട്ടിൻ്റെ ഫുൾ ഫാമിലിയിലെ മൊത്തം ടീച്ചേഴ്സും നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നും ലൈവ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. സോ എല്ലാവരും എന്ത് ചെയ്യുക, മാക്സിമം ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ യൂസ് ചെയ്യുക. ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം. ലവ് യു ഓൾ. ബൈ.